ബദ്വേഷി പുകയുമ്പോൾ, ഗസ ഒരു ശവപ്പറമ്പായി മാറുമ്പോൾ, ഇറാന് നേരെ ജൂതപരീക്ഷകൾ ബോംബയക്കുമ്പോൾ ഇസ്രായേലിൻ്റെ നെഞ്ചകം ഇപ്പോഴും കത്തുന്നുണ്ട്. കാരണം അമേരിക്ക എന്ന് പറയുന്ന കൂട്ടാളിയില്ലെങ്കിൽ അവന് നിലനിൽപ്പില്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണത്. കൂട്ടാളിയില്ലാതെ ഇസ്രായേലിന് നിലനിൽപ്പില്ല. അതെത്രയോ വട്ടം തെളിയിച്ചതാ. ലോകത്തുള്ള മുഴുവൻ സൈനിക ശക്തിയും മരവിപ്പിക്കുകയാണ് ഇസ്ലാമിക രാജ്യത്ത്. ഒരായുധം ഉണ്ടാക്കിക്കൂടാ. എല്ലാ ശക്തിയും ആയുധവും ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് നൽകുകയാണ്. ഇങ്ങനെ ഒരു ലോകക്രമത്തിൽ ഇറാൻ അല്ലെങ്കിൽ ഫലസ്തീൻ തോൽക്കുന്നു എന്ന് പറയുന്നവന് നാണമില്ലേ? എല്ലാ ആയുധവും തടഞ്ഞു വെച്ചിട്ട്. അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം അല്ല പറയുന്നു, ഇവിടെ ക്രൈസ്തവരായ അമേരിക്ക ഇവർക്ക് സഹായികളാണ്. ഇവിടെ പഠിക്കേണ്ട പാഠം യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയ, ജൂത നസാറാക്കളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. ജൂതനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. എന്തെന്നറിയോ? ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്, അവർ ഒരു ചിലർ മറ്റൊരു ചിലർക്ക് പരസ്പരം സഹായികളായിരിക്കും എന്നും. ചില ആളുകൾ ഇത് വലിയ വിമർശന, ഖുർആനിൽ നിങ്ങളുടെ അള്ളാഹ് അങ്ങനെ പറഞ്ഞില്ലേ എന്ന്. ഞങ്ങളുടെ അള്ളാഹ് അങ്ങനെ പറഞ്ഞതാണ് കൊണ്ടാണ് ഖുർആൻ സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അന്നും അത് ശരിയാണ്, ഇന്നും അത് ശരിയാണ്. കാരണം സ്വന്തം ദൈവത്തെ വ്യഭിചാരപുത്രൻ എന്ന് വിളിക്കുന്നവന് പോലും കൂട്ടുനിൽക്കാൻ ക്രിസ്ത്യാനിക്ക് മടിയുണ്ടോ? അവനുമായി കൂട്ടുചേരാൻ ജൂതന് മടിയുണ്ടോ? അവരെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കാൻ പോകരുത്, സഹകരിക്കരുത് എന്നൊന്നും അല്ല പറഞ്ഞു. ഉറ്റമിത്രങ്ങളാക്കരുത്. മുസ്ലിം ഉമ്മത്തിന് പിഴച്ചത് അവിടെയാണ്. താക്കോൽ സ്ഥാനങ്ങളിൽ ഉറ്റമിത്രങ്ങളായി അവനെ വെച്ചപ്പോ. അതുകൊണ്ടൊരു കാര്യം നമ്മൾ ഓർക്കുക, ഈ ജൂതനോട് നമുക്ക് വെറുപ്പുണ്ടാകേണ്ടത് അവൻ്റെ കൊള്ളരുതായികളുടെ പേരിലാണ്. ജൂതനോടോ രാജ്യത്തോടോ ജൂതായുസത്തോടോ മാത്രമല്ല, ഈ ഉമ്മത്ത് ജൂതായുസത്തെ പിൻപറ്റുന്നതിൽ നിന്ന് പുറകോട്ട് പോകണം. റസൂലുള്ളാഹി പറഞ്ഞു, ലതത്തബിഅന്ന സുനന മൻ ഖബലക്കും, നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ ചര്യകളെ പിൻപറ്റുക തന്നെ ചെയ്യും. ചെരുപ്പുകൾ പരസ്പരം ചേരും പോലെ ഇതിൻ്റെ മാളത്തിലേക്ക് അവർ പോയി കയറിയാൽ നിങ്ങളും അതിൻ്റെ പുറകെ പോകും. എന്തിന് കയറിയെന്ന് പോലും ചിന്തിക്കില്ല. ഖാലു യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു, നബിയെ അവരാരാണ്? അൽ യഹൂദു വൻ നസാറ, ജൂത നസാറാക്കളെ കുറിച്ചാണോ പറഞ്ഞത്? ഖാല ഫമൻ, പിന്നെ അല്ലാതെ ആരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരത്തിൽ അവരെ പിൻപറ്റുന്ന ഈ പ്രവണതകൾ നമ്മൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിരോധം. മുസ്ലിം ഉമ്മത്തിനെ യഹൂദികളുടെ ഏറ്റവും വലിയ കൊള്ളരുതായിക, അവരുടെ കള്ളിലും പെണ്ണിലും സ്വവർഗരതിയിലും പലിശയിലും കൊലപാതകത്തിലും കൊള്ളയിലും നേതൃത്വം നൽകുന്ന അവരുടെ എല്ലാ സ്വഭാവങ്ങളും, ഒപ്പം അവരുടെ തമ്മിലടി, പരസ്പര ശത്രുത, അസൂയ, അനൈക്യം, അതും നമ്മൾ പിൻപറ്റുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇസ്ലാമിക ലോകത്തെ ഈ തമ്മിലടി അവസാനിപ്പിച്ച് ഇസ്രയേലിനെ വെറുത്താൽ പോരാ, ജൂത ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചാലും പോരാ, ജൂത സ്വഭാവങ്ങളെ അഥവാ അനൈക്യവും തമ്മിലടിയും അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്കെതിരിൽ മുസ്ലിമീങ്ങളെ കൊണ്ട് തന്നെ പറയിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടത് ഒരു മതസംഘടനയാണ് എന്ന് യഹൂദ സുന്നി പ്രഖ്യാപിച്ചിരിക്കുന്നു. ജൂത സുന്നി. വേറൊരിടത്ത് ജൂത സലഫി പ്രഖ്യാപിക്കുന്നു, ഒരു സംഘടനയാണ് ഇന്ത്യക്ക് ഭീഷണി, അവനെ പുറത്താക്കി വെച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് രാജ്യം ഭരിക്കുന്ന ഒരു ശത്രുവല്ല, മറ്റാരും ഞങ്ങൾക്ക് ഭീഷണിയല്ല, ഞങ്ങൾക്ക് ഭീഷണി ഒരു മതസംഘടന മാത്രമാണ് എന്ന് യഹൂദ സുന്നിയും സയണിസ്റ്റ് സലഫിയും കേരളത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നാം യഹൂദിയായി മാറിയിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. അഥവാ ഇന്ന് നടക്കുന്ന പോരാട്ടം ഇറാനികളായ നമ്മളും, മനസ്സിലായില്ലേ, ഇസ്രായേലികളായ മുസ്ലിങ്ങളും അതുപോലെ തന്നെ ഇറാനികളായ മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടം, ഇത് മുസ്ലിങ്ങൾ തമ്മിലുള്ള പോരാട്ടം ഇന്ന് നടക്കണം ഇവിടെ. കാരണം നാം പച്ച ജൂതനായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഹാഭൂരിപക്ഷവും. നമ്മുടെ കയ്യിൽ ജൂതൻ്റെതല്ലാത്തതൊന്നുമില്ല. നമ്മുടെ രൂപഭാവങ്ങളിൽ, വേഷഭൂഷാദികളിൽ, നമ്മുടെ സംസ്കാര സമീപനങ്ങളിലെല്ലാം, നമ്മുടെ കല്യാണങ്ങളിൽ, നമ്മുടെ ആഘോഷങ്ങളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ ഒക്കെ പലിശ, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ അതിർവരമ്പില്ലായിക, സ്വവർഗരതി, കള്ള് ഒക്കെ ഈ സമുദായം ജൂതൻ പ്രചരിപ്പിച്ചപ്പോൾ അതിൻ്റെ പുറകെ പോകുന്നെങ്കിൽ നാമും ജൂതനാണ്. ഇപ്പം നടക്കുന്ന പോരാട്ടത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇസ്രയേലി മുസ്ലിമീങ്ങളും ജൂത മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ ഇറാനി മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടം, രണ്ടും മുസ്ലിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും. അതുകൊണ്ട് നാം ജൂതനെ ആത്മാർത്ഥമായി വെറുക്കുന്നുണ്ടെങ്കിൽ
നാം ഈ ജൂതൻ്റെ കൊള്ളരുതായികകളെ വെറുക്കുക, എന്നിട്ട് അതിൽ നാം തിരിച്ചു നടക്കുക. അതുമാത്രമാണ് ഉമ്മത്തിൻ്റെ മോചനത്തിൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു പോംവഴി എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും നമ്മുടെ മുമ്പിൽ കാട്ടിത്തരുന്ന വ്യക്തമായ പ്രവചനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടെ